വികസനമാണ് കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. സിനിമാ ഡയലോഗ് പോലെ പറയേണ്ടി വരും, ഇനിയിപ്പോൾ പഴയ കൊച്ചിയല്ല എന്ന്. ഏറെക്കാലത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ സംസ്ഥാനത്തെ ദേശീയപാത വികസനത്തിന് തുടക്കമാകുന്നു. ഒരിക്കലും നടപ്പാകില്ലെന്ന് പറഞ്ഞ കേന്ദ്രം പിൻവാങ്ങിയ പദ്ധതിയാണ് കൊച്ചി മംഗളൂരു ഗെയിൽ പൈപ്പ് ലൈൻ. വൈദ്യുതി വിതരണ രംഗത്ത് കേരളത്തിന് വൻ കുതിച്ചുചാട്ടത്തിന്റെ പ്രതീക്ഷ നൽകിയാണ് ഇടമൺ കൊച്ചി പവർ ഹൈവേ യാഥാർത്ഥ്യമാവുന്നത്. 6 ലക്ഷം വീട് 2026 ഇപ്പൊ 4.5 ലക്ഷം കൊടുത്തു. 1 ലക്ഷത്തിൽ 4,000 പണി നടക്കുന്നു. ഇനി 1 ലക്ഷം കൂടി വന്നാൽ 6 ലക്ഷം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തനം തുടങ്ങുമ്പോൾ അനന്തമായ സാധ്യതകളാണ് വാതിൽ തുറക്കുന്നത്. എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് മുറികളുള്ള സംസ്ഥാനമായി കേരളം മാറുന്നു. ഇതൊരു താലൂക്ക് ആശുപത്രിയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരു നഗരഹൃദയത്തിലേക്ക് ഒരു വലിയ ആശുപത്രിയുടെ അതേ രൂപഭാവങ്ങൾ തന്നെയാണ്, അതേ രീതിയിലുള്ള ചികിത്സയും ഇവിടെ ലഭ്യമാകുന്നത് എന്നുള്ളതാണ്. മലയോര ഹൈവേ പദ്ധതിയുടെ 1ാം ഘട്ട പൂർത്തീകരണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. തീരദേശ ഹൈവേ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. നിർമ്മാണം പൂർത്തിയാവുന്നതോടെ ഇത് കേരളത്തിലെ ഏറ്റവും നീളമേറിയ തുരങ്കപാതയായി തീരും. ഡിജിറ്റൽ കേരളത്തിന് കരുത്തേകാൻ സർക്കാരിന്റെ പദ്ധതിയായ കെ ഫോൺ കേരള ബാങ്ക് യാഥാർത്ഥ്യമായി. സംസ്ഥാനത്തെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് പ്രവർത്തനം ആരംഭിച്ചു. ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ബോസ്റ്റിംഗ് ആർച്ചുള്ള പാലം വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവാകുമെന്നാണ് പ്രതീക്ഷ.